സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓപ്പോ ഇതുപോലൊരു ഫോൺ ഇറക്കിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. യെസ്, ദ ന്യൂ ഓപ്പോ K30. 20,000 രൂപ താഴെയുള്ള ഒരു ഓൾറൗണ്ടർ ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ അപ്പുറമുള്ള ഫീച്ചേഴ്സ് ആണ് ഓപ്പോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതെല്ലാം ഞാൻ വിശദമായിട്ട് പറയാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ. ലെറ്റ്സ് അൺബോക്സ്. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബോക്സിനകത്ത് ഒബ്വിയസ്ലി ഫോൺ ഉണ്ട്, പിന്നെ ഒരു കേസും കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ, കൂടാതെ 80 വാട്ടിന്റെ ഒരു ചാർജിങ് ബ്രേക്ക്. ഇത്രയും ഐറ്റംസ് ആണ് ഇതിലെ ബോക്സിനകത്തുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഇത് വന്നിട്ടുള്ള ഒരു പ്രത്യേക പാറ്റേൺ ആണ്, അബ്സ്ട്രാക്ട് പാറ്റേൺ എന്നാണ് ഓപ്പോ ഇതിനെ വിളിക്കുന്നത്. മറ്റൊന്നുമല്ല, ഫോൺ ടിൽറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് വീഴുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഷൈനിങ് മാറിക്കൊണ്ടിരിക്കും. കൂടാതെ ഇതിന്റെ പുറത്തായിട്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് ആണ് ഓപ്പോ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ബാക്കും സൈഡും എല്ലാം വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ്. ചീപ്പ് പ്ലാസ്റ്റിക് ആയിട്ട് നമുക്ക് ഒരിക്കലും തോന്നിട്ടില്ല, ഒരു പ്രീമിയം ഫീൽ തന്നെ ഇതിന്റെ കിട്ടുന്നത്. ഇതിന്റെ കയ്യിലുള്ള ഈ ഒരു കളറിന്റെ പേരാണ് ഐസി പർപ്പിൾ. ഇത് കൂടാതെ മറ്റൊരു കളർ വേരിയന്റ് കൂടി ഉണ്ട്, അബ്സ്ട്രാക്ട് ബ്ലാക്ക് എന്നാണ് ഇതിന്റെ പേര്. പിന്നെ ഓപ്പോ ഇതിന്റെ കൂടെ കൊടുത്തിട്ടുള്ള ഈ കേസ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി കേസാണ്. ലോക്കൽ TPU കേസ് അല്ല കൊടുത്തിട്ടുള്ളത്. ഈ കേസ് ഇതിന്റെ ഈ കളറിനായിട്ട് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? കേസ് ഇട്ടാലും ഫോണിന്റെ ഭംഗി പോകുന്നില്ല. ഇതിന്റെ ക്യാമറ മോഡ്യൂളിലുള്ള കളറും ഈ കേസിന്റെ കളറും എല്ലാം നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ ഇതൊരു ബോക്സ് ഡിസൈനിലാണ് ഈ ഫോൺ കൊടുത്തിട്ടുള്ളത് ഓപ്പോ. എന്നിരുന്നാലും ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ചെറിയ കർവ് കൊടുത്തുകൊണ്ട് തന്നെ അത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടാണ്. ഇതിന്റെ തിക്നെസ് വരുന്നത് 8.4 mm ആണ്. 208 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഈ തിക്നെസ്സും കാര്യങ്ങളും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, കാരണം ഇതിനകത്തിരിക്കുന്ന ബാറ്ററി തന്നെയാണ്. അത് ഞാൻ വഴിയെ പറയാം. ഇനി ഇതിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുകയാണെങ്കിൽ താഴെയായിട്ട് ഒരു സ്പീക്കർ ഗില്ലും ടൈപ്പ് സി പോർട്ടും ഒരു മൈക്കും പിന്നെ ഒരു സിം കാർഡ് ട്രേയും ആണ് കൊടുത്തിട്ടുള്ളത്. ഓഫ്കോഴ്സ് സിം കാർഡ് ഡുവൽ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, സോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ടോപ്പിലായിട്ട് ഒരു സ്പീക്കർ, IR ബ്ലാസ്റ്റർ, നോയിസ് ക്യാൻസലിംഗ് മൈക്കും ആണ് കൊടുത്തിട്ടുള്ളത്. IR ബ്ലാസ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലെ TVയും AC ഒക്കെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡ് കാലിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫോൺ IP65 സർട്ടിഫൈഡ് ആണ്, അതുകൊണ്ട് തന്നെ ഡസ്റ്റ് ആൻഡ് വാട്ടർ സ്പിൽഡ് റെസിസ്റ്റന്റ് ആണ്. വെള്ളത്തിൽ മുക്കാൻ പറ്റുമൊന്നുമില്ല, ചെറിയ മഴയൊക്കെ കുറഞ്ഞാലും വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗന്റെ 6 Gen 4 ആണ്. അതൊരു പുതിയ ചിപ്സെറ്റ് ആണ്. പുതിയ ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സ്നാപ്ഡ്രാഗൺ അത് ലോഞ്ച് ചെയ്യുന്നത്. നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. 4 നാനോമീറ്റർ ടെക്നോളജിയിലാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. കൂടാതെ LPDDR4X റാമും USB 3.1 സ്റ്റോറേജും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകൾ USB 2.0 ആണ് കൊടുത്തിട്ടുള്ളത്, വിച്ച് ഇസ് വെരി ഗുഡ്. 8GB 128GB ആൻഡ് 8GB 256GB ആണ് ഇതിന്റെ രണ്ട് വേരിയൻസ് വരുന്നത്. ഞാൻ ഇതിന്റെ അന്തിത്വ സ്കോർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 7 lakhന്റെ പുറത്താണ് അന്തിത്വ സ്കോർ കിട്ടുന്നത്. നോർമലി അന്തിത്വ സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ ഫോൺ ഓവർ ഹീറ്റ് ആവാറുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ അത് ഹീറ്റ് വളരെയധികം മാനേജ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഇതിനകത്തുള്ള കൂളിംഗ് സിസ്റ്റം അടിപൊളിയാണ്. അതായത് വേപ്പർ ചേമ്പർ കൂളിന് പുറമെ ഒരു ഗ്രാഫൈറ്റ് ഹീറ്റ് കൂടി ഓപ്പോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓഫ്കോഴ്സ് ഈ ചിപ്സെറ്റ് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. ഞാൻ ഇതിൽ BGMI കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് 60 FPS ഗെയിം പ്ലേ ഇതിൽ സ്മൂത്ത്ലി കളിക്കാൻ പറ്റുന്നുണ്ടോ? ആവറേജ് FPS വരുന്നത് 50 to 55 ആണ്. ഓവർ ഹീറ്റിംഗും കാര്യങ്ങളും ഒന്നുമില്ല. നോർമൽ ആയിട്ടുള്ള ചെറിയൊരു വാമ് മാത്രമേ ഗെയിം കളിക്കുമ്പോഴുള്ളൂ. ഗെയിം പ്ലേ ഒക്കെ സ്മൂത്ത് ആയിരുന്നു. ഇതിൽ ഒരു ഗെയിം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി AI എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു വൈഫൈ ആന്റിന കൂടി കൊടുത്തിട്ടുണ്ടെന്നാണ് ഓപ്പോ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നെറ്റ്വർക്ക് കണക്ടിവിറ്റി കുറച്ചുകൂടി ഇതിൽ ബെറ്റർ ആയിരിക്കും. കൂടാതെ നോർമൽ എല്ലാ ഫോണിലും വരുന്ന പോലെ ഗെയിം ബാറും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബാക്സ് ഇതിൽ വരുന്നത് ColorOS 15 ആണ്, ബേസ്ഡ് ഓൺ Android 15. അതുകൊണ്ട് തന്നെ Android 15 ഉള്ള ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. AIയുടെ ഒരു ശേഖരം തന്നെ ഓപ്പോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലോട്ട്വെയർസ് ഇതിൽ വരുന്നുണ്ട്. ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും കൂടാതെ ഒരുപാട് ഗെയിംസ് ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അതൊക്കെ ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറെ ആഡും കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ ഇതിന്റെ ആനിമേഷൻ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇതിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആനിമേഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ആനിമേഷൻ ഓപ്പോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഓപ്പോയുടെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ Android 15ന്റെ ഭാഗമായി വരുന്ന വാൾപേപ്പർ, തീം എല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ലൈവ് അലർട്ടിന്റെ ഒരു ഫീച്ചറും ഓപ്പോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിലായിട്ടും AI പരിപാടിക്ക് ഒരു കുറവുമില്ല. ഇതിൽ സകലമാന AI പരിപാടികൾ ഓപ്പോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ജെമിനി വരുന്നുണ്ട്, സർക്കിൾ ടു സെർച്ച് വരുന്നുണ്ട്, AI സമ്മറി വരുന്നുണ്ട്, AI സ്പീക്ക്, AI റൈറ്റർ. പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ നോക്കുകയാണെങ്കിൽ AI എൻഹാൻസർ, AI അൺബ്ലർ, AI ഒബ്ജക്റ്റ് റിമൂവർ, AI എറേസർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ക്യാമറയുടെ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല കിടിലൻ പാനലാണ് ഓപ്പോ ഇതിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു കണ്ടന്റ് വാച്ച് ചെയ്യുന്നവർക്ക് അടിപൊളിയായ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 1200 ആണ് ഇതിന്റെ HBM വരുന്നത്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഔട്ട്ഡോറിൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ വരുന്നില്ല. പിന്നെ ഇതിൽ മറ്റൊരു ഫീച്ചറാണ് വെറ്റ് ഹാൻഡ് ടച്ച് എന്ന്
പിന്നെ ചെറിയ സ്പ്ലാഷസോ അല്ലെങ്കിൽ നമ്മളെ കൈ നനഞ്ഞിരിക്കുകയാണെങ്കിലും ഫോണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് വളരെ സ്മൂത്ത് ആണ്, ഫാസ്റ്റും ആണ്. പിന്നെ ഇതിന്റെ സ്പീക്കർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ് കൊടുത്തിട്ടുള്ളത്, വിച്ച് ഈസ് വെരി ഗുഡ്. ഇതിന്റെ സാമ്പിൾ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഇതിൽ കൊടുത്തിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് വോളിയം 300% വരെ നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയേണ്ട ഒരു കാര്യം തന്നെയുണ്ട് ഇതിന്റെ ബാറ്ററി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ, എങ്കിൽ കൂടി ഇതിന്റെ ഉള്ളിൽ ഓപ്പോ കൊടുത്തിട്ടുള്ളത് 7000 mAh ബാറ്ററിയാണ്. ഇത് നോർമലി സിലിക്കൺ കാർബൺ ബാറ്ററി അല്ല കൊടുത്തിട്ടുള്ളത്, ഗ്രാഫൈറ്റ് ബേസ്ഡ് ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നോർമൽ സിലിക്കൺ ബാറ്ററിയേക്കാളും ലൈഫ് ഈ ഗ്രാഫൈറ്റ് ബാറ്ററികൾക്ക് കിട്ടുമെന്നാണ് ഓപ്പോ പറയുന്നത്. ഓൾമോസ്റ്റ് 4 to 5 years ആണ് ഓപ്പോ ഇതിന്റെ ബാറ്ററി ഹെൽത്ത് ക്ലെയിം ചെയ്തിരിക്കുന്നത്. 7000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈസിലി 1-1.5 ദിവസം ഇതിന്റെ ബാറ്ററി ചാർജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിൽ കൊടുത്തിട്ടുള്ള 80 വാട്ട് ചാർജ് വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 0 to 100 ഓൾമോസ്റ്റ് 55 മിനിറ്റ്സ് ആണ് പിടിക്കുന്നത്. സോ ഇനി നമുക്ക് ഇതിന്റെ ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ പുറകിലായിട്ട് 50 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ സെൽഫി ക്യാമറ ആയിട്ട് ഒരു 16 MP ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് സോണിയുടെ സെൻസറാണ്. പക്ഷെ ഇതിന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ ഇതിലെടുക്കുന്ന ഫോട്ടോസിന്റെ ഒക്കെ സ്കിൻ ടോൺ അടിപൊളിയാണ് കേട്ടോ. നല്ല സ്കിൻ ടോൺ കിട്ടുന്നത് തന്നെ ഫ്രണ്ടിലായാലും ബാക്കിലായാലും ശരി. ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് 4K 30 fps ആണ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. സെൽഫി ക്യാമറ വെച്ച് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഫുൾ HD ആണ്. ഇതാണ് ഗൈസ് ഇതിന്റെ ബാക്ക് ക്യാമറ. ഇതാണ് ഇതിന്റെ സെൽഫി വീഡിയോയുടെ ക്വാളിറ്റി. ഇതാണ് ഇതിന്റെ മൈക്ക് ക്വാളിറ്റി, നിങ്ങൾക്ക് കേൾക്കാം. ഇതിൽ നോർമലി സ്റ്റെബിലൈസേഷൻ ഇല്ല. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ ചെറിയൊരു സ്റ്റെബിലൈസേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. EIS ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഓണാക്കിയിട്ട് കാണിച്ചു തരാം. ഇല്ല, ചെറിയൊരു ക്രോപ്പ് ചെയ്തിട്ടാണ് സ്റ്റെബിലൈസേഷൻ ഉള്ളത്. EIS ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ സെൽഫി വീഡിയോ ക്വാളിറ്റി. ഇതിന്റെ മെയിൻ ക്യാമറയിൽ നിങ്ങൾക്ക് OIS അല്ലെങ്കിൽ EIS തുടങ്ങിയിട്ടുള്ള ഒരു തരത്തിലുള്ള സ്റ്റെബിലൈസേഷൻ കിട്ടുന്നതല്ല. ഫ്രണ്ടിലെ സെൽഫി ക്യാമറയിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു EIS സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ അതിൽ ചെറിയൊരു രീതിക്ക് ക്രോപ്പും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലായാലും ബാക്കിലായാലും ബൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ടുള്ള ബൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഓൾമോസ്റ്റ് സ്കിൻ ടോൺ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ടോൺ ആണ്. ബട്ട് ബാക്കിയുള്ള അതിലൊക്കെ ചെറുതായിട്ടൊരു കളർ ബൂസ്റ്റിങ്ങും കാണുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റ് കോൺട്രാസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യുന്നതിൽ ചെറിയൊരു പ്രശ്നം ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഓവറോൾ ഓക്കെയാണ്. നോർമൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ളതിലാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ നിന്നും ബാക്ക് ക്യാമറയിൽ നിന്നും കിട്ടുന്നതാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫോട്ടോയുടെ വീഡിയോയുടെ ഒക്കെ ക്ലാരിറ്റി. ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തറിയിക്കാം. പിന്നെ ഇതിന്റെ കണക്ടിവിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. കോൾ ക്വാളിറ്റി ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൾ ക്വാളിറ്റിയിലൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ ഞാൻ കണ്ടിട്ടില്ല. സോ 20,000 താഴെ നിങ്ങൾ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ട് ഫോണായിട്ട് നിങ്ങൾക്ക് ഈ ഓപ്പോ K30 ചൂസ് ചെയ്യാവുന്നതാണ്. കിഡിലൻ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, അത്യാവശ്യം നല്ല ക്യാമറ ഉണ്ട്, നല്ല കിഡിലെ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. ഇത് കണ്ടന്റ് വാച്ച് ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ് വാച്ച് ചെയ്യുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള നല്ലൊരു ഡിസ്പ്ലേ ആണ് ഓപ്പോ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വർത്തായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 128GB സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 80,000 ആണ്. ഫ്ലിപ്കാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വാങ്ങാനുള്ള പർച്ചേസ് ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ കൊടുക്കാം. സോ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ബൈ.